ഒടിയന്മാരുണ്ട്. അതായത് പഴയ കാലഘട്ടങ്ങളിൽ ഈ ഒടിയൻ ഉള്ളത് തന്നെയാണ്. ഗർഭിണിയുടെ വയറ്റിലെ കുട്ടിയെ കീറിയെടുത്ത് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോകും, ഇതൊക്കെ ഉള്ളതാണ്. അത് സത്യാവസ്ഥ തന്നെയാണ്. ഈ ഒടി ഇങ്ങനെ മായം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളത്തൈലം വേണം. ഈ ഒടിയെന്ന് പറഞ്ഞാൽ പട്ടിയായിട്ട് ആവാം, പൂച്ചയായിട്ട് പോവും, ആനയായിട്ട് പോവാം, കാളയായിട്ടും മാറാം. ഈ മായം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളത്തൈലം വേണം. പഴയ കാലഘട്ടങ്ങളിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഊരിക്കൊണ്ടുപോകും. ഈ ഗർഭിണികളിലെ കുഞ്ഞിനെ ഊരിക്കൊണ്ടുപോകും, അറിയില്ല. അപ്പൊ യഥാർത്ഥ പട്ടിയോ യഥാർത്ഥ പൂച്ചയോ അല്ല യഥാർത്ഥ ആനയോ പശുവോ പോത്തോ ഒന്നും അല്ല, അവന് വേഷം കിട്ടുകയാണോ? അല്ല, അവര് മായം അതുകൊണ്ട് മന്ത്രവാദത്തിലൂടെ മായം ഉണ്ടാവണം. സിനിമയിൽ കാണുമ്പോൾ വേഷമല്ല. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. തേങ്കുറിശ്ശി ഗ്രാമത്തിലെ ഒടിയൻ്റെ കഥ മോഹൻലാലിൻ്റെ സിനിമയിലൂടെ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. സത്യത്തിൽ ഒടിയൻ എന്നൊന്നുണ്ടോ? എന്താണ് ഒടിയൻ സങ്കല്പം? തേങ്കുറിശ്ശി ഗ്രാമത്തിനടുത്ത് എരുമയൂർ ഗ്രാമത്തിലാണുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ആനക്കേരളത്തിന് സുപരിചിതനായ എരുമയൂർ മണിച്ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മണിച്ചേട്ടാ, ഇവിടെ അടുത്താണ് ഈ പറയപ്പെടുന്ന സിനിമയിൽ കണ്ട ആ തേങ്കുറിശ്ശി ഗ്രാമവും ഒക്കെ. അപ്പോൾ പാലക്കാടൊക്കെ ഈ ഒടിയന്മാരുണ്ടായിരുന്നു, ഒടിവെക്കാൻ പോകുമായിരുന്നു എന്നൊക്കെ പല കഥകളും കേട്ടിട്ടുണ്ട്. സോ അതിൽ ചേട്ടൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത്തരത്തിൽ ഉള്ള കഥകൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഒടിയന്മാരെ പറ്റി? ഒടിയന്മാരുണ്ട്. അതായത് പഴയ കാലഘട്ടങ്ങളിൽ ഈ ഒടിയൻ ഉള്ളത് തന്നെയാണ്. അത് സത്യാവസ്ഥയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഈ വലിയ വലിയ തോട്ടങ്ങളിൽ വലിയ ജന്മികൾ കാവലിന് നിർത്തുന്നതാണ് ഈ ഒടിയന്മാരെ. എന്താ വെച്ചാൽ പഴയ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ കളവ് പോവുക എന്ന് പറഞ്ഞാൽ അന്ന് പട്ടിണി കാലഘട്ടമാണ്. അപ്പോൾ ചെറിയ വാഴക്കൊലയായിട്ടും ചേനയായിട്ടും നാളികേരമായിട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഈ ഒടിയനെ കാവൽ നിർത്തും. ഒടിയൻ എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ ഉള്ളത് തന്നെയാണ്. അത് അതിനുള്ള മന്ത്രവാദങ്ങൾ അവർ പഠിച്ച് എന്നിട്ട് അങ്ങനെ ഒടിവെക്കാൻ പോകുന്നതാണ്. ഈ സിനിമയിലൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് ഗർഭിണിയുടെ വയറ്റിലെ കുട്ടിയെ കീറിയെടുത്ത് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോകും, ഇതൊക്കെ ഉള്ളതാണ്. അത് സത്യാവസ്ഥ തന്നെയാണ്. ഈ ഒടി ഇങ്ങനെ മായം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളത്തൈലം വേണം. അപ്പോൾ വയറ് കീറിയിട്ട് കൊണ്ടുപോകുന്നതല്ല. അങ്ങനെ പ്രസവിക്കുമ്പോൾ അവർ ഊരി കൊണ്ടുവന്ന ഗർഭിണികളെ ഈ ആദ്യ കന്നി ഫസ്റ്റിലെ പ്രസവം, ആ പ്രസവത്തിന് ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി മരണപ്പെടുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ പുറത്ത് കുഴിച്ചിടില്ല, അകത്തേ കുഴിച്ചിടുള്ളൂ, വീടിനകത്ത്. എന്താ വെച്ചാൽ ഇവരെ എടുത്തുകൊണ്ട് പോകും. ഇവർക്ക് ഈ തൈലം ഉണ്ടാക്കണം, പിള്ളത്തൈലം. ഈ പിള്ളത്തൈലം ഉണ്ടെങ്കിലേ അവർക്ക് ഈ പലതും മൃഗങ്ങളായിട്ട്, ഈ ഒടിയെന്ന് പറഞ്ഞാൽ പട്ടിയായിട്ട് ആവാം, പൂച്ചയായിട്ട് പോവും, ആനയായിട്ട് പോവാം, കാളയായിട്ടും മാറാം. ഈ മായം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളത്തൈലം വേണം. ഈ പിള്ളത്തൈലം പഞ്ഞിയിലാക്കി ചെവിട്ടിനകത്ത് വെച്ചാലേ ഈ മായങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവർക്ക്. ചേട്ടിനകത്ത് വയ്ക്കും, വീട്ടിനകത്ത് നിന്ന്. അങ്ങനെ ഈ ഒടി വയ്ക്കുമ്പോൾ ഈ സാധനം വേണം. പിന്നെ ഇവർ ഇതിങ്ങനെ ഊരി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ പ്രസവിക്കില്ല, കുട്ടികളുണ്ടാകും, വലിയ പാടാണ്. അത് കാരണം കൊണ്ടാണ് ഇവർ പഴയ കാലഘട്ടങ്ങളിൽ ഈ ഗർഭിണിയായ പെണ്ണുങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പറയുന്നത്. ഇവർ കൊണ്ടുപോകും. ഇന്നാളെ കൊണ്ടുപോയി അടിച്ചു കൊല്ലുമല്ലോ അവരെ. അപ്പോൾ അവരറിയാതെ അത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഗർഭിണിയാണിപ്പോൾ തന്നെ ഉണ്ടാവും, കുഞ്ഞുണ്ടാവില്ല അവർക്ക്. പിന്നെ അതിൽ ബാത്റൂമിൽ പോകാൻ പഴയ കാലത്ത് നിന്ന് എല്ലാ വീട്ടുകളിലും ബാത്റൂം ഇതൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിലല്ല ഈ ബാത്റൂമും മറ്റുള്ളതൊക്കെ വന്നേക്കണേ. പഴയ കാലഘട്ടങ്ങളിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഊരിക്കൊണ്ടുപോകും. ഈ ഗർഭിണികളിലെ കുഞ്ഞിനെ ഊരിക്കൊണ്ടുപോകും, അറിയില്ല. ഗർഭിണികളെ പോലെ തന്നെ വീണ്ടും വയറുണ്ടാവും. പിന്നീടത് അറിയുക, പ്രസവിക്കാണ്ട് ഇന്ന പറയാന്നുള്ളത് അറിയാം. ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സിനിമയിൽ കണ്ടത് ഈ ആനയായിട്ടൊക്കെ വരില്ല, കാണിച്ചില്ലെങ്കിൽ പോലും ആനയായിട്ടൊക്കെ മാറാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും? അത്ര വലിയ ജീവിയായിട്ടൊക്കെ മാറാൻ പറ്റും. അത് ഈ പിള്ളത്തൈലം ചവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇവർ മന്ത്രവാദങ്ങൾ പഠിക്കുകയാണല്ലോ. ഇത് പഴയ കാലത്തെ വലിയ വലിയ മനകളെന്നും മറ്റുള്ളതൊക്കെ പഠിച്ച് ഇവർ ശവക്കോട്ടയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ മന്ത്രവാദങ്ങൾ പഠിച്ച് എന്നിട്ടാണ് ഇതിൽ ഇറങ്ങുന്നത്.
അതിപ്പോൾ ഒരാളെ കൊല്ലാനോ പിടിക്കാനല്ല, ഉം, ഉം. ഇത് കളവിൻ്റെ കളവ് പിടിക്കാനുള്ള കളവ് പിടിക്കാനുള്ള ഇതിനാണ് അവരുടെ ഇത് ജോലിയാണ്. ഉണ്ടാക്കിയത്. അവരുടെ ജോലിയാണ്. ചിലപ്പോൾ പട്ടിയായിട്ട് വന്ന ആളെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ഭ്രാന്തായിട്ട് ഈ പട്ടി ഇതാകും പോലെ ആൾ മരണപ്പെട്ടു പോകും. ഓ ഒടി വെച്ച് കഴിഞ്ഞാൽ ഓ ഓ ഉടനെ അടിച്ചിടും. ആ അവരോട് വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യങ്ങൾ നടക്കില്ല. പിന്നെ വെറുതെ ഓരോ റോട്ടിൽ കൂടെ പോകുക വെച്ചാൽ ഒടിയന്മാരെ അങ്ങനെ ഉപദ്രവിക്കുന്നില്ല, പേടിപ്പിക്കും. ആ അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ വഴിക്ക് പോകണം കേട്ടാ, ഇന്നതിന് പോവാ, ഞാൻ കളവിന് വന്നതല്ല എന്ന് പറഞ്ഞാൽ ഒടിയൻ മാറിപ്പോവും. ആ ഇത്തരം കഥകൾ ഏതെങ്കിലും മണിയേട്ടൻ്റെ അച്ഛനോ വീട്ടിലാരെങ്കിലും ഇതിനെ നേരിട്ട് കണ്ട കഥ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? എൻ്റെ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ എന്തായിരുന്നു കഥ? അത് ഇങ്ങനെ തന്നെയാണ്, ഇത് ഇന്ന പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഈ 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുഞ്ചണ്ണൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഉം, കുഞ്ചണ്ണൻ നൂറ് മുഹമ്മദായിരുന്നു ആദ്യം ഇവിടെ ഒടിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഉം. പിന്നെ നൂറ് മുഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ആളുടെ അനിയൻ കുഞ്ചണ്ണനായിരുന്നു. ഇത് ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. ആ അവരും ചെയ്യുന്നുണ്ടായിരുന്നു. അവരും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ പരിസരത്ത് ഇതൊരു പാരമ്പര്യ ജോലിയല്ല. പാരമ്പര്യ ജോലിയല്ല. അല്ല. ഉം. പിന്നെ പ്രാന്തായിട്ടുള്ളവരും മറ്റുള്ളവരൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കെട്ടിയിട്ട് അവർ ചികിത്സ ചെയ്യാറുണ്ട്. ഓ ആ അപ്പൊ അവര് ഈ ഒടിവെക്കുന്ന ജോലിക്കൊപ്പം തന്നെ ഈ ചികിത്സാ പരിപാടി ചികിത്സ കാര്യങ്ങൾ അവർ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇനിയിപ്പോൾ തേങ്കുറിശ്ശിയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആ. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. മണിച്ചേട്ടൻ ഈ ഒടിയൻ സിനിമ ഉണ്ടായിരുന്നു. ഓ കണ്ടായിരുന്നു. അപ്പൊ അതാണോ യഥാർത്ഥ ഒടിയൻ? ആ സിനിമയിൽ കാണിക്കുന്നതാണോ യഥാർത്ഥ ഒടിയൻ? ഒടിയൻ അങ്ങനെ തന്നെയാണ്. പകൽ വെളിച്ചത്തിൽ സാധാരണ മനുഷ്യരെ പോലെ നടക്കും. പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒടിയൻ്റെ ഈ പരിപാടി ഇല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളും വന്ന് കളവുകൾ കുറഞ്ഞു. ആ അത് കാരണം കൊണ്ടപ്പോൾ ഈ ഒടിയുടെ പരിപാടിയൊക്കെ അവർ നിർത്തിയേക്കണം. അപ്പൊ ഈ ഒടിയന്മാർക്ക് ഒടിവേഷത്തിലേക്ക് മാറാൻ ഇരുട്ട് വേണം. ഇരുട്ട് വേണം. അപ്പൊ യഥാർത്ഥ പട്ടിയോ യഥാർത്ഥ പൂച്ചയോ അല്ല യഥാർത്ഥ ആനയോ പശുവോ പോത്തോ ഒന്നും അല്ല ആവുന്നത്, വേഷം കിട്ടുകയാണോ അവർ? അല്ല, അവർ മായം അതുകൊണ്ട് മന്ത്രവാദത്തിലൂടെ മായം ഉണ്ടാവണം. ആ ആ സിനിമയിൽ കാണുമ്പോൾ വേഷമല്ല, ആ അത് ശരിക്കാണ്ട് ആവുകയാണ്. ആവണം. അപ്പൊ നമ്മൾ സിനിമയിൽ നമ്മുടെ കണ്ണിൽ തോന്നുമ്പോൾ ഇന്ന മൃഗമായിട്ട് നമുക്ക് കാണാം, ആ അത് മനുഷ്യൻ തന്നെയാണ്. ഓ അത് ശരി, നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. നമ്മുടെ കാഴ്ചയിൽ ചിലപ്പോൾ പട്ടിയായിട്ട് കാണും, ആ പൂച്ചയായിട്ട് കാണും, ആ ആനയായിട്ട് കാണും, കാളയായിട്ട് കാണും. നമ്മുടെ കണ്ണിൽ കാണുന്ന അങ്ങനെ കാണാം. പഴയ കാലഘട്ടങ്ങളിൽ ഈ പൂട്ടുന്ന സമയത്ത് നേരത്തെ ഈ കന്നാലി കൊണ്ടുള്ള പൂട്ടുക പാടങ്ങളിൽ, ആ പൂട്ടുന്ന സമയത്തൊക്കെ ഈ കാളയായിട്ടൊക്കെ വന്നിട്ട് ഇവരെ അത് ഭീഷണിപ്പെടുത്തിയൊക്കെ നോക്കും. അങ്ങനെ ഇതിലെ വില്ലന്മാർ അതിന് പിടിച്ച് ഈ കാളയെ പിടിച്ച് പൂട്ടിയിട്ടുണ്ട്. ഒടിക്കാളയെ പിടിച്ച് പൂട്ടിയിട്ടുണ്ട്. അത്രയും പഴയ കാലത്ത് അത്രയും സമൃദ്ധമാർ അവർക്കറിയാം ഇത് ഇന്ന ആളാന്നുള്ളത്. അങ്ങനെ പിടിച്ച് പൂട്ടിയിട്ടുണ്ട്. പിടിച്ച് പൂട്ടി കുളത്തിൽ കൊണ്ടുവന്ന് അന്ന് കുളങ്ങളിലെ കൊണ്ട് ഇത് കാളകളെ കഴുകുമല്ലോ. കഴുകുന്ന സമയത്ത് ചവിട്ടിൽ ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഈ തൈലം വീണു പോയി. അങ്ങനെ മനസ്സിലായി ഇന്ന ആള് പിടിച്ചു. അങ്ങനെ മാപ്പ് പറഞ്ഞ് പിടിച്ചുള്ള ആൾക്കാരുണ്ട്. ഈ അന്ന് ഈ ഒടിയന്മാരെന്ന് പറയുന്ന ആളുകളെ പൊതുസമൂഹത്തിന് അറിയാം. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന 2 പേരെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇവരാണോ അതോ പുറത്തു നാട്ടിൽ നിന്നൊക്കെ ഒടിവെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുമോ? അതായത് ഈ ചിലർ കൊട്ടേഷനൊക്കെ കൊടുക്കില്ലേ, അങ്ങനൊക്കെ ഒടിവെക്കാൻ പണി കൊടുക്കാറുണ്ടായിരുന്നു? കൊടുക്കും. ഇപ്പോൾ ഒരു ഒടിയൻ ഇവിടെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്താവില്ല. ഇവിടെയും നോക്കും, വേറെ അടുത്ത സ്ഥലത്ത് നോക്കും, ആ പരിസരത്ത് തന്നെ. അപ്പോൾ പുറത്തുനിന്നുള്ള ഒടിയന്മാർ ഇങ്ങോട്ട് വരും. ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ഏരിയയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയതായിട്ട് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ വളയം വെച്ച് പിടിക്കും മറ്റേ ഒടിയനെ. മന്ത്രവാദത്തിലൂടെ പിടിച്ച് ആകും. അപ്പോൾ ഇന്നടത്ത് വന്നാണെന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി വിടും. അപ്പം പണ്ടത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഈ പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഇരുട്ടത്ത് കറണ്ടൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലേ ഇവരെ പേടിച്ച്? പിന്നല്ലേ, ഇവരെ പേടിച്ച് നടക്കണം. ഈ കണ്ടിട്ടുണ്ട് ആളുകളെന്ന് പറഞ്ഞില്ലേ, ഇവരൊക്കെ ആചാരബാഹുകളായ ആളുകളായിരുന്നു അതോ ശരീരം കൊണ്ട്? അല്ലല്ല, അത് പഴയ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ നമ്മളെ റോഡൊന്നും ഇതേപോലെ റോഡുകളും മറ്റുള്ളൊന്നും ഇല്ലല്ലോ. ഇന്നല്ല ഏതൊരു ഉൾഗ്രാമങ്ങളിൽ പോയാലും റോഡുണ്ട്. അന്ന് റോഡൊന്നും ഇല്ല, റോഡ് വളരെ കുറവല്ലേ. അപ്പം അങ്ങനെ പോകുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും, കിട്ടിയതെടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ അതല്ല നെൽകൃഷി, നെല്ല് ഊരിക്കൊണ്ട് പോകും. പട്ടിണി കാലമാണല്ലോ. അപ്പം ഇതിനായിട്ടൊക്കെ വേണ്ടി നിർത്തിയിട്ടുള്ള ഈ ഒടിയനെ. അപ്പോൾ ഈ പിള്ളത്തൈൽ അവർക്ക് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ രണ്ടാമത് കുട്ടികൾ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോയി കാണണം.
ഇവരെ പോയി കണ്ട് ഇവരെ കാല് പിടിച്ച് ആ തൈലം കൊടുത്താലേ വീണ്ടും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടുപോയവരുടെ കാല് പിടിക്കാൻ വീണ്ടും പോകണം. ആ, എന്നാലേ വീണ്ടും രണ്ടാമത് പേർക്ക് ഉണ്ടാവുള്ളൂ. ഈ പിള്ളത്തൈലും ഇല്ലാണ്ട് ഇവർക്ക് മായം ഉണ്ടാവില്ല. ഈ മായം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ചാത്തൻ സേവ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ അതിലൊക്കെ ആ ഗ്രൂപ്പിലൊക്കെ പെട്ട തന്നെയാണത്. സേവയിൽ ഈ മേജയ്ക്ക് പോലെ തന്നെ ഓരോന്ന് ഇതല്ലേ നമ്മുടെ കണ്ണിൽ കാണുന്ന മേജയ്ക്കിലെങ്ങനെ കാണുന്നത്, അതേ സിസ്റ്റത്തിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ്. ചേട്ടൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഈ ഒടിയൻ അടിച്ചിടുക എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ സിനിമയിൽ കാണാറുണ്ട്. ഒടിയൻ അടിച്ച് കിടന്നുപോയ ആളെയൊക്കെ നമ്മൾ ആ സിനിമയിലൊക്കെ കണ്ടു. അത്തരത്തിലുള്ള ആരുടെയെങ്കിലും ഒടിയനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ട ആരെങ്കിലും കഥ അറിയാമോ? അവിടെ അടുത്ത കാലത്തൊക്കെ അതേപോലൊക്കെ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെല്ലുവിളിച്ചിട്ട് നടക്കില്ല അവരോട്, ഒടിയൻ ഇട്ടിട്ടേ പോകും. അത് സത്യം തന്നെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട്. ഇതിൻ്റെ പരിസരത്തേക്ക് മാത്രം വരാൻ കഴിയില്ല. അതെന്താ വെച്ചാൽ ഈ ഭഗവാന്റെ ചൈതന്യം കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ഒടിവെക്കാൻ കഴിയില്ല. ഇതിനൊരു അതിർത്തിയുണ്ട്. ആ അതിർത്തിയുടെ പുറത്തെ അവർക്ക് ഒടിവെക്കാൻ കഴിയുള്ളൂ, ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. മണിച്ചേട്ടനൊക്കെ ഈ ഒടിയൻ്റെ കുടുംബമൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഒടിയന്മാരുടെ ഭീഷണി ഇല്ലാതെ കഴിഞ്ഞ കുടുംബമാണ്. ഇല്ല, എൻ്റെ കുട്ടിക്കാലത്ത് നിലവിളിയൊക്കെ കേൾക്കാറുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ റോട്ടിൻ്റെ അപ്പുറത്തൂടെ പോകുമ്പോൾ നിലവിളിച്ചൊക്കെ പോകും. ആ, ശബ്ദം ഉണ്ടാക്കും. ഭയങ്കര കാറിലായിരിക്കും. ബഹളം വെച്ചോണ്ട് പോകും. ബഹളം വയ്ക്കും. എല്ലാ സമയത്തും ഇല്ല, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ടൈമുകളിൽ ഓരോ നിലവിളി വിളിക്കും. ഇവർ ഈ മോഷണം തടയുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് മോഷണ പരിപാടി ഉണ്ടായിരുന്നോ? ഈ കൊച്ചു കന്യെ കൊണ്ടുപോകുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും? ഇല്ലില്ല, അവർ ചെയ്യില്ല. എത്തിക്സ് ഉണ്ടോ? ഒടിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരാളുടെ കളവ് നടത്തില്ല. കളവ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, അത് ഈ ഞാൻ എവിടെയോ വായിച്ചതാണ്, ഒരു ഹിന്ദുക്കൾക്കിടയിലെ ഒരു സമുദായം, ആ സമുദായങ്ങൾക്ക് മാത്രമാണ്, എനിക്ക് തോന്നുന്നു പറയ സമുദായം എന്നാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. ആ സമുദായങ്ങളാണ് ഈ ഒടിയന്മാരായി മാറുന്നത്, അതിൽ പെട്ടവരാണ് ഈ ഒടിയന്മാരായി മാറുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ പറയുമ്പോൾ ഇവിടെ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ളവരും ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു കുലത്തൊഴിലായി വരുന്നതല്ല, പാരമ്പര്യമായി കൈമാറി. കൂടുതലും ഈ പറയന്മാർ ആ സമുദായത്തിൽ പെട്ടിട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ അറിയാവുന്നത്. ഇവരെങ്ങനെ പഠിച്ചെന്നുള്ളത് അറിയില്ല, ഇവരും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പരിസരത്തായതുകൊണ്ട് ഞങ്ങൾ പറയും ഇവർ രണ്ടുപേര് ഉണ്ടായിരുന്നു അവിടെ. അവരും ഇത് ചെയ്യണമെങ്കിൽ, ഈ ബ്ലാക്ക് മാജിക് ചെയ്യണമെങ്കിൽ ഈ ചാത്തൻ മറുത ഇങ്ങനെയൊക്കെയുള്ള ദേവതകളെ അവരും ആരാധിക്കേണ്ടി വരില്ലേ, പ്രാക്ടീസ് ചെയ്യേണ്ടി വരില്ലേ? ഉണ്ടാവും. അതന്നെ ഞാൻ പറഞ്ഞ വലിയ വലിയ പഴയകാലങ്ങളിൽ ശവക്കോട്ടകൾ ഉണ്ടാവുമല്ലോ, ഈ ശവക്കോട്ടയിലൊക്കെ പോയി ഇരുന്നിട്ടാണൊക്കെ ഇത് ഈ മന്ത്രവാദങ്ങൾ അവർ പഠിക്കുക. അപ്പോൾ ഇത് ക്ഷേത്രങ്ങളുടെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കയറി ആക്രമിക്കത്തില്ല എന്നുള്ളത്? ഇല്ലില്ല, ഇത് കൂടുതലും ഈ തോട്ടങ്ങളിലും മറ്റുള്ള പോസിറ്റീവ് എനർജി എല്ലായിടത്തോട്ട് ഇതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. നെഗറ്റീവായിട്ട് വരുന്നൊരു സംഭവം തന്നെയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, പലവരും വാശി കെട്ടിയിട്ടൊക്കെ അവരൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ വാശിയുടെ അവരുടെ പ്രാന്തായിട്ട് മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ അടുത്ത് തന്നെ ഒരാൾ ഇതുപോലെ പോയിട്ട് പട്ടിയായിട്ട് വന്ന് ആളെ അടിച്ചു എന്നാണ് പറയണേ. എന്നിട്ട് ആൾ മരിക്കുന്ന സമയത്ത് കുറേ കാലം കിടന്നു, പുള്ളിക്കാരായിട്ട് പ്രാന്തായിട്ട് പട്ടി നിലവിളിക്കും പോലെ നിലവിളിച്ചിട്ട് ആൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പേ പിടിച്ചിട്ട്. അപ്പോൾ ഈ ചേട്ടൻ കണ്ട സിനിമ, ചേട്ടൻ പണ്ട് കേട്ട കഥകൾ കേട്ടിട്ടുള്ള ആളുകൾ, കണ്ടിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ ഓഡിയൻസിന്? അതെ, വന്നിട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാടിന് പുറത്തുള്ളവർക്ക് എന്താണ് ഈ ഓഡിയൻസ് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ആയിരിക്കും ആളുകൾക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും, ഈ ഒടിയൻ്റെ കഥകൾ അറിയാം. ഇതിൻ്റെ പുറത്തുള്ള ഈ ഒടി വയ്ക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് അറിയില്ല എന്നാ തോന്നുന്നത്. അറിയില്ല. ഈ ഒടിയനെ പോലെ വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ പണ്ട് ഇതുപോലത്തുള്ള ഒടിയനെ പോലെ തന്നെ ആളുകളെ ആക്രമിക്കുന്ന, ആളുകൾ പേടിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ? പഴയ കാലഘട്ടങ്ങളിൽ ഇത് തന്നെയാണ് കൂടുതലും, മറ്റുള്ളവരെ പറ്റിയിട്ടൊന്നും അങ്ങനെയല്ല. പിന്നെ ചിലവർ പറയാറുണ്ട് അവിടെ പ്രേതമുണ്ട്, മറ്റേതിൻ്റെ മറിച്ചിട്ടൊക്കെ, അത് എന്താ വെച്ചാൽ ഭീഷണിപ്പെടുത്താറുണ്ട്. അങ്ങനെ പൊതുവെ സ്വഭാവങ്ങളും പറയുള്ളൂ നമ്മൾ, എല്ലാവരൊക്കെ പറയാറുണ്ട്. ചേട്ടൻ ഈ ആനപ്പണി പണ്ടേ തുടങ്ങിയതാണല്ലോ, അന്നത്തെ കാലത്തൊക്കെ ലോറിയൊന്നും ഇല്ലല്ലോ, ആനയെ നടത്തിയാണല്ലോ ഒരിടത്ത് ഒരു പൂരത്തിൽ നിന്ന് അടുത്ത പൂരത്തിലേക്കും ഒരിടത്ത് അടുത്തിടത്തിലേക്കും പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രാത്രിയിലൊക്കെ ആനയെ നടത്തി പോകുമ്പോൾ ഇങ്ങനെ ഈ പേടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പേടിപ്പിക്കുന്ന അതുണ്ടായിരുന്നു. അതവിടെ വെച്ചാൽ ഈ മംഗലാകുന്നിടത്ത് ഒരു സ്ഥലമുണ്ട്, നിലവിളിക്കുന്നു എന്നാ പറയാ.
അവിടെയൊക്കെ ആനയും കൊണ്ട് പോണ സമയത്ത് രാത്രി വഴിയടിച്ച് പോണ സമയത്ത് ഞങ്ങൾ ഒരാനയായിട്ട് പോവില്ല, അങ്ങനെ 2-3 ആനയൊക്കെ ആയിട്ട് ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ പെട്ടെന്ന് ആനകൾ പേടിച്ച് പുറകോട്ട് മാറും, പുറകോട്ട് മാറും. അതേപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ആനകൾ പേടിച്ച് പോകാറുണ്ട്. അത് ഞാൻ നിലവിളിക്കത്ര. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നൊക്കെയാണ് പറയണത്. അതിൻ്റെ ആത്മാവാണ് എന്നൊക്കെ പറയണോ, അത് കേട്ട് ഇതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആനയും കൊണ്ട് പോണ സമയത്ത് 2-3 ആനയൊക്കെ ആയിട്ടേ പോകുള്ളൂ. ഇപ്പം നിറച്ചാൽ അവിടെ വീടുകളൊക്കെ അന്ന് മൊത്തം കാടുള്ള മംഗലാകുന്ന് ഇറക്കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ മൊത്തം കാടും പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ആനയ്ക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടി കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ. കാണുന്ന പറയണേ, നമുക്ക് കാണാൻ പറ്റില്ല, ആനകൾക്ക് മൃഗങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന പറയണേ. ആനകൾ അവിടെ ആ സ്ഥലത്തെത്തുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഈ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ സമയത്ത്, അതായത് ഈ കറണ്ടൊക്കെ വന്നു, ആധുനിക ലോകമായി, പുതിയൊരു ലോകത്ത് താമസിക്കുകയാണ്, ഇപ്പോഴും ആനകൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ട് ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. ആനകൾ മനുഷ്യരെ പോലെ മനുഷ്യരെ പോലെ തന്നെ ആയി. ഓക്കെ. അപ്പോൾ പണ്ടത്തെ കാലത്ത് അത് എല്ലാം ഈ ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യണത് മൊത്തം. പിന്നെ നമുക്ക് കണ്ണിന് കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ളത്. ഓക്കെ. അപ്പം മണിച്ചേട്ടനുമായിട്ടുള്ള ആനവിശേഷങ്ങൾ തുടരും, അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.